അപ്പോ പ്രത്യേകിച്ച് ഗൈഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛമ്മ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു തുടങ്ങിക്കൊണ്ടിരുന്നത് മെഡിറ്റേഷനൊക്കെ. 2016 തൊട്ട് 2020 വരെയൊക്കെ അങ്ങനെ തന്നെ മെഡിറ്റേഷൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് എനിക്കും തന്നെ ഇമ്പ്രൂവ്മെന്റ് അങ്ങനെയൊന്നും ഫീല് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ തന്നെ വാലുവേറ്റ് ചെയ്യുമല്ലോ. പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷെ വെറുതെ ഇരിക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അങ്ങനെയായി. പിന്നെ അപ്പൊ തന്നെ എനിക്കിങ്ങനെ എന്തൊക്കെയോ ഒരു ഫീല് തോന്നുന്നു. ഏതെങ്കിലും ഒരു അറിവുള്ള ആരുടെങ്കിലും അടുത്ത് നിന്ന് പഠിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒരു ഗുരുവിനെ അന്വേഷിച്ചിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ആരെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ യൂട്യൂബാണല്ലോ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അറിവുകൾ. ഞാൻ യൂട്യൂബിൽ പരതാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ കുറച്ച് നാള് ചെയ്തു തുടങ്ങി. 20 മിനിറ്റ്സ് ഒക്കെ വരുന്ന ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങി ഞാൻ. അപ്പൊ അതില് ഇങ്ങനെ ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശരീരം ലൂസ് ആവുന്നു, റിലാക്സ് ആവുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആയിരുന്നു. അത് കുറെ നാൾ ചെയ്തു. എന്നിട്ടും എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ കൊറോണയുടെയൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുക. ആ സമയം കഴിഞ്ഞിട്ട് എന്റെ ഫാദർ എല്ലാം മഹാരാഷ്ട്രയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാദറും അമ്മയും സിസ്റ്ററും ഒക്കെ അവിടെയാണ്. എനിക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നു. അപ്പൊ അങ്ങനെ ആ യാത്രക്ക് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ബുക്ക് സജസ്റ്റ് ചെയ്തു, ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്ന് പറഞ്ഞിട്ട്, പരമാനന്ദ അദ്ദേഹത്തിന്റെ ബുക്ക്. അത് ഞാൻ റീഡ് ചെയ്തു തുടങ്ങി. അത് വായിച്ച് കുറെ എത്തിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിലെ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ നെറേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടായി. അപ്പൊ അതൊക്കെ വായിച്ചു തുടങ്ങിയപ്പോ എനിക്കത് വല്ലാത്തൊരു ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരുന്നു. ഇമോഷണലി എനിക്ക് ഒരു ഗുരു, അതുപോലത്തെ ഒരു ഗുരു നല്ലതായിരിക്കുമല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വന്നു തുടങ്ങി. ആ ബുക്ക് ഞാൻ റീഡ് ചെയ്തു. ഒരു 2-3 ടൈംസ് ഞാൻ ആ ബുക്ക് റീഡ് ചെയ്തു. ഞാൻ മഹാരാഷ്ട്രയിലെത്തി. അവിടുന്ന് പിന്നെ എന്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അറ്റ് എ ടൈം തന്നെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിൽ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള വേ ആണ്, എന്തോ എവിടെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നി. പക്ഷെ എനിക്കത് മനസ്സിലാകുന്നില്ല. ഇത് ആരോടാ ചോദിക്കണ്ടേന്ന് എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാര്യം അത് പറഞ്ഞു തരാൻ ഉള്ള ആളെ ഒന്നും എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് തന്നെ തോന്നിയുണ്ടായി, ഈ ശ്വാസം ഞാൻ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്. ഞാൻ ശ്വാസം കുറച്ചും കൂടി ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചില ആളുകളെയൊക്കെ പരിചയപ്പെടുമ്പോഴേക്ക് ഞാൻ അച്ഛനോട് പറയും, അച്ഛാ എനിക്കത് റൈറ്റ് പേഴ്സൺ ആയിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ശകാരിക്കും, താനത് തനിക്കത് മനസ്സിലാകാനായിട്ടാണ്, തനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഇങ്ങനെയൊക്കെ പറയും. പിന്നീട് അച്ഛന് തന്നെ അത് ഫീൽ ചെയ്ത് തുടങ്ങി, അത് ശരിയായിരുന്നു, അയാള് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില റിയലൈസേഷൻ വന്നു തുടങ്ങി. ഞാൻ എന്റെ സിസ്റ്ററിന്റെ അടുത്ത് അവളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഇങ്ങനെ അവളെന്റെ അടുത്ത് പറയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ സമയങ്ങളിലും മെഡിറ്റേഷൻ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നു. 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെയൊക്കെ അത് കുറച്ച് കൂടി വരുന്നുണ്ട്. അവളടുത്ത് പറഞ്ഞ് ഞാൻ പറയും, നിന്റെ ഫ്രണ്ട്സ് 99% ഫ്രണ്ട്സും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാം. അവളത് വിലയ്ക്ക് പോലും എടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അവൾക്കും അത് ഫീൽ ചെയ്ത് തുടങ്ങി, അണ്ണൻ പറഞ്ഞ ശരിയായിരുന്നു എന്നൊക്കെ. ഈ അപ്പം മെഡിറ്റേഷൻ 10 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് 20 മിനിറ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങി, എന്തിനാ ഇത്ര നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഞാൻ സാറിന്റെ ഒരു വീഡിയോ കാണാൻ ഞാൻ ഇടയായി. അതിൽ സാറ് പറയുന്നുണ്ട് ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കത് പിന്നീടാണ് മനസ്സിലാകുക. ഈ മഹാരാഷ്ട്ര ചെന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഏതൊരു മൊമെന്റിൽ അങ്ങോട്ടാണ് ശ്രദ്ധ വന്നു തുടങ്ങിയത് എന്റെ. അപ്പോ അതിങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മഹാരാഷ്ട്രയിൽ ചെന്ന സമയം തൊട്ട് ഞാൻ ഏറെക്കുറെ വെജിറ്റേറിയനാണ്.
ഈ ലാസ്റ്റ് ടൈം വരെ പ്യുവർ വെജിറ്റേറിയൻ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുമ്പോൾ ഞാൻ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായതാണ്. ഞാൻ ഇത് മെഡിറ്റേഷനൊക്കെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പതുക്കെ ഞാൻ ഇൻട്രോവേർട്ട് ആകുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി. ആ സർക്കിളൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ആകാൻ തുടങ്ങി. അങ്ങനെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ വിഷമം വന്നു തുടങ്ങുന്നു. അപ്പൊ ഞാൻ എല്ലാവരുമായിട്ട് ഇച്ചിരി ഡിസ്റ്റൻസ് അറിയാതെ തന്നെ വന്നു പോകുന്നല്ലോ എന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ആളുകളെ വാലുവേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും കുറെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നി തുടങ്ങി, ഓ അത് അങ്ങനെ മാറിയത് നന്നായി, അവര് ഫിറ്റ് അല്ലായിരുന്നു. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പൊ എന്റെ ഒരു സർക്കിളിലുള്ളൂ ഇപ്പോ. അപ്പോ ഞാൻ അവിടെയൊക്കെ കുറച്ചൊക്കെ സാറ്റിസ്ഫൈഡ് ആകാൻ തുടങ്ങി. അപ്പോഴും ഈ മെഡിറ്റേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇത് ഓവറായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂറൊക്കെ സമയം അങ്ങനെയൊക്കെ തന്നെ മെഡിറ്റേഷൻ ആവുന്നു. അത്രയും ടൈം വരെയൊക്കെ ആയി തുടങ്ങുന്നു. അമ്മ നിരന്തരം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യിക്കാൻ സമ്മതിക്കാതെ. അപ്പോൾ ഞാനാണെങ്കിൽ ഓവറായിട്ട് ആളുകളെ ഇങ്ങനെ വാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് അങ്ങനെ അത് ഓവർ ഇൻ ഡെപ്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഫീല് തുടങ്ങുന്നു, ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദിസ് സൊസൈറ്റി എന്ന്. അങ്ങനെയൊക്കെ ഒരു ഫീല് വരുന്നു എനിക്ക്. കാരണം പല ആളുകളും മനസ്സിലൊന്ന് വെച്ചിട്ട് വേറൊന്ന് പെരുമാറുന്നത് അത് ഭയങ്കര ഇമോഷണലി എന്നെ ഹേർട്ട് ചെയ്ത് തുടങ്ങുന്നു ഭയങ്കരമായിട്ട്. ഞാൻ അതിന്റെ ഒരു സെയിം ഫീലാണ് എനിക്ക് ഈ പരമാനന്ദജിയുടെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ബുക്ക് ആ ഒരു പോർഷൻ എത്തുമ്പോൾ ഭയങ്കര ഇമോഷണലി ഒരു വൾനറബിൾ സ്റ്റേജ് പോലെ ഭയങ്കരമായിട്ട് വിഷമം വരുന്നു ഉള്ളിൽ, ഹാർട്ട് ബ്രോക്കൺ കൈൻഡ് ഓഫ് അങ്ങനെ. അപ്പോ ഇങ്ങനെ അത് ഓവറായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു വിഷമം കൂടിയിട്ട് ഞാൻ ആ മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ രീതിയിൽ ബിസിനസ് ഇങ്ങനെ ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഹാപ്പി. അപ്പോഴും എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെ ഒരു ഫീല് വരുന്നു എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പൊ രണ്ടാമത് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ണടച്ച് സാറ് പറഞ്ഞ പോലെ ഭ്രൂമധ്യത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പെയിൻ വരുന്നു, തലയ്ക്കൊരു പെയിൻ പോലെ വരുന്നു തുടങ്ങുന്നു. എന്താന്ന് മനസ്സിലാകുന്നില്ല. കണ്ണിന് മുകളിലായിട്ടും പിന്നെ അത് തലയ്ക്ക് ഉള്ളിലൊക്കെ ആയിട്ട് എന്തോ ഒരു വേദനയോ വിങ്ങലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ചെയ്യുന്ന രീതി തെറ്റാണോ, അതെന്താ എനിക്ക് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നാലും ഞാൻ 2-3 തവണ ഒന്ന് സ്ട്രെയിൻ ചെയ്തൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. തലയ്ക്ക് നേരെ മുകളിലും എന്തോ വേദന പോലെയൊക്കെ വരുന്നു. എന്തോ സാറേ? തലയ്ക്ക് മുകളിലും എന്തോ ഒരു പെയിനോ എന്തോ ഒരു സംതിങ് ഡിസ്റ്റർബൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നു. എന്തോ നമ്മള് ഒരു ട്യൂബ് വെച്ചിട്ട് വാക്വത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു എയർ പ്രഷർ കൊണ്ടിട്ട് ഒരു വിങ്ങൽ പോലെ വരില്ലേ, അതുപോലത്തെ കൈൻഡ് ഓഫ് ഇത് വരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്ന സമയങ്ങളിലാണ് സാറിന്റെ ഈ വീഡിയോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കണ്ടത് യൂട്യൂബിൽ. ആ വീഡിയോയിൽ കണ്ടപ്പോൾ സാറ് ഏതൊരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു കണ്ടിരുന്നത്. അപ്പോ സാർ അതിൽ പ്രാണായാമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് ചെയ്യുന്ന കൂടി ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റമേ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ വീഡിയോ ഇങ്ങനെ കേട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അന്ന് റിയലൈസ് ചെയ്ത ആ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തത് ശ്വാസം ശുദ്ധീകരിക്കുക എന്ന രീതിയിലാണ്, എന്റെ രീതിയിൽ ഞാൻ അതിനെ. പക്ഷെ അത് സാർ അത് ശരിയായി പറഞ്ഞു, നാഡി ശുദ്ധി എന്നുള്ള രീതിയിൽ സാർ അതിൽ പറയുകയുണ്ടായി. അപ്പോ ഞാൻ റിയലൈസ് ചെയ്തത് ശരിയാണല്ലോ എന്ന് എനിക്ക് ഒരു തോന്നൽ വന്നു തുടങ്ങി. ഞാൻ അതിനെ തുടർന്ന് സാറിന്റെ വീഡിയോസ് കൂടുതൽ ഒരുപാട് വീഡിയോ ഉണ്ടെങ്കിലും കുറച്ച് വീഡിയോസ് ടൈം കിട്ടുമ്പോഴൊക്കെ കാണാൻ തുടങ്ങി. അതിൽ കുറെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോ ഈ പ്രാണായാമത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു. ഞാൻ സാറിന്റെ ബുക്ക് ഓർഡർ ചെയ്തു. ബുക്ക് ഇങ്ങനെ വായിച്ചു തുടങ്ങി. ഇപ്പൊ ആ മന്ത്രസാധനയുടെ അവിടെ വരെ വായിച്ചെത്തിയിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാണായാമം എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. ഞാൻ യൂട്യൂബിനെ തന്നെ സെർച്ച് ചെയ്തു. ഒരു പയ്യന്റെ ഒരു ചാനലിൽ കറക്റ്റായിട്ട് പ്രാണായാമത്തെ കുറിച്ച് പറയുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ അത് ഫോളോ ചെയ്തു.
ഒരു 3 ദിവസം ചെയ്തു ഞാൻ. 3 ദിവസം രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് ചെയ്തു. അപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസം ഞാൻ ഇച്ചിരി സ്ട്രെയിൻ ചെയ്തിട്ടാണോ എന്നറിയില്ല, ഈ സൂര്യഭേദി ചന്ദ്രഭേദി ഉണ്ടല്ലോ സാറ് പറയുന്നത്, അത് ഞാൻ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ശരീരത്തിനൊരു സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ഫീൽ. അതായത് നമ്മൾ ഓവറായിട്ട്, ഞാൻ നേരത്തെ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് ശ്വാസം എടുക്കാൻ ഒരു വിറയൽ പോലെയൊക്കെ വരുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീല് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ അത് സ്റ്റോപ്പാക്കി. ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തത് ഇനി തെറ്റാണെന്ന് കരുതി. ശ്വാസം എടുക്കാൻ ഒരു വിറയല്ലേ? ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും അതായത് നമ്മള് ഇരുന്നാണല്ലോ ചെയ്യുന്നത്, ആ ജെർക്ക് പോലെ. അപ്പോ ശരീരത്തില് നമ്മുടെ ഈ ഹിപ്പിന്റെ സൈഡ് തൊട്ടിട്ട് മുകളിലോട്ടൊക്കെ ഒരു ഭയങ്കര വിറയൽ പോലെ ഒരു ഫീല് വരുന്നു. ഭയങ്കരമായിട്ട് ശ്വാസത്തിനൊക്കെ ഒരു വിറയൽ പോലെ വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് തെറ്റാണ്, ഞാൻ ചെയ്യുന്ന തെറ്റാന്ന് കരുതി ഞാൻ സ്റ്റോപ്പാക്കി അവിടെ. അതിനുശേഷം ഞാൻ രണ്ടാമത് ഒന്നും കൂടി ഞാൻ ആ വീഡിയോസ് കണ്ടു. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ കുറേയും കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ ചെയ്തു. അടുത്ത ദിവസം രാവിലെ ചെയ്തു. വളരെ ലൈറ്റർ വേർഷനായിട്ട് ഞാൻ ചെയ്തു. അതിൽ ഭസ്ത്രികയും പിന്നെ കപാലഭാതിയും പറയുന്നുണ്ട്, അതും ഞാൻ ആഡ് ചെയ്തു ഇതിനോടൊപ്പം. അതുകൂടി ചെയ്തു. രാവിലെയും ചെയ്തു, വൈകിട്ടും ചെയ്തു. ആ ദിവസം വൈകിട്ട് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നിലവിളക്ക് കത്തിച്ചിട്ട് ആണ് ഇത് വൈകുന്നേര സമയത്ത് ചെയ്യുന്നത്. അപ്പോഴാണ് സാറിന്റെ ഈ മന്ത്രസാധന വരെ ഉള്ള ആ ഒരു രീതി വരെ ഞാൻ വായിച്ചെത്തി ബുക്ക്. അപ്പോ കൊച്ചിലെ തൊട്ട് ചില മന്ത്രങ്ങൾ ഇങ്ങനെ അച്ഛമ്മ പറയുന്നത് കേട്ടിട്ട് ഞാൻ ചൊല്ലുമായിരുന്നെങ്കിൽ എനിക്കത് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്നുള്ളത്. സാർ അതിൽ ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ശ്വാസത്തിന്റെ പ്രത്യേകതയും ഉച്ചാരണ ശുദ്ധിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ അന്നേ ദിവസം വൈകിട്ട് അത് ഞാൻ 108 ഒരു പോലെ ഞാൻ ഈ പ്രാണായാമം ചെയ്തതിന് ശേഷം അത് ചെയ്തു, അത് പ്രാർത്ഥിച്ചു. അത് 108 കൂടുതൽ ഞാൻ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈം എടുത്ത് വളരെ സ്ലോയിലാണ് ചെയ്തത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് എന്റെ നെഞ്ചിന്റെ, അതെന്റെ ബ്രീത്തിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കറക്റ്റ് നമ്മുടെ നെഞ്ചുണ്ടല്ലോ, നെഞ്ചിന്റെ ഒരു കുഴിയുണ്ടല്ലോ, അതിന് കുറച്ച് മുകളിലായിട്ട് ഒരു തണുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് എക്സ്ട്രീം ഭയങ്കര തണുപ്പ് പോലെ ഫീൽ ചെയ്യുന്നു. അത് കണ്ടിന്യൂ ചെയ്തു ഞാൻ, എന്നിട്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഏറെക്കുറെ മറുവശത്ത് പുറൽ സൈഡ് ഉണ്ടല്ലോ, പുറൽ സൈഡിലും അതുപോലെ തന്നെ ഏകദേശം ഏരിയ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഏകദേശം ഈ നെഞ്ചിന്റെ ആ സൈഡ് നേരെ ബാക്കിൽ തന്നെ അവിടെ ഒരു തണുപ്പ് വന്നു. എന്തോ ഒരു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റത്തവണ അത് വന്നുള്ളൂ. അങ്ങനെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ആക്കിയത്. എനിക്ക് ഒരു കൺഫേം കിട്ടുന്നില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ. സാർ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഈ നമ്മൾ ശരിയായിട്ട് അനുഷ്ഠിച്ചില്ലെങ്കിൽ നമ്മുടെ എനർജി പല ഏരിയയിലേക്ക് സ്കാറ്റർ ആയി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരുന്ന ഭയങ്കര ശ്രമകരമാണെന്ന് സാർ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നിങ്ങൾ ചെയ്തത് കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് ട്രാക്ക് കൂടെ തന്നെയാണ് വരുന്നത്. നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത്. സാർ ഒരു ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. അതിനുശേഷം എനിക്ക് വന്നിട്ട് ഞാൻ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അന്നേ ദിവസം ഞാൻ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഒരു 3 മണി സമയത്താണ് ഞാനിത് ചെയ്യുക. അടുത്ത ദിവസം രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസം രാവിലെ എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നു ശരീരത്തിന്, എന്താന്നൊരു പിടി കിട്ടണില്ല. ഞാൻ ബിസിനസ്സിൽ നിന്നൊക്കെ ശ്രദ്ധ മാറിപ്പോകുന്നു, ഇച്ചിരി ലേസി പോലെ ഫീൽ ചെയ്യുന്നു. എന്നാൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ടയർഡ് ഫീൽ ചെയ്യുന്നു, ചില സമയത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ മാറി മാറി വരുന്നതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഒരു നീട്ടിക്കൊണ്ടുപോകണ്ട, അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങള് കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ്. അത് എല്ലാ ദിവസവും ഒരേ എനർജി കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഈ ട്രാക്ക് ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഇവിടെ അനാഹത ചക്രം വരെ ആ എനർജി വന്നതാണ് നിങ്ങൾക്ക് ആ തണുപ്പായിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഇനിയും മുകളിലേക്ക് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എപ്പോഴും എനർജി ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് വരും. നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങും.
ആ ഹാ ഹാ ഓക്കെ. ക്ഷീണമില്ലാതെ അത് രണ്ട് മൂക്കും ഒരേപോലെ തുറന്ന് കിട്ടുന്ന അവസ്ഥയിലേക്ക് വരും. അത് ഇല്ലാത്തതുകൊണ്ടാണ് ആ ക്ഷീണം തോന്നുന്നത്. അത് ഇടത് മൂക്ക് വല്ലാതെ അടഞ്ഞിരിക്കുന്നുണ്ടാവും. അതാണ് ഇടത് മൂക്കേ ഇടത് മൂക്കല്ലേ അടഞ്ഞിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഇപ്പോഴേ. സാറേ പിന്നെ അതുപോലെ തന്നെ ഇത് എക്സ്ട്രീംലി എനിക്ക് ക്ഷീണമായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. ഒരു ഡേ ഫുൾ അങ്ങ് ക്ഷീണമായിട്ട് തന്നെ വരും. അത് എന്താ വെച്ചാൽ നിങ്ങള് ട്രാക്കുകൾ ഓപ്പൺ ആയപ്പോഴേ പിന്നെ എനർജി നമ്മുടെ ഉള്ളിലുള്ള എനർജി ഇതുപോലെ കുറച്ച് എക്സോസ്റ്റഡ് ആവുമല്ലോ ഈ ഓപ്പൺ ആയ ട്രാക്കിൽ കൂടെ. അതിനനുസരിച്ച് നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് എനർജി എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അതൊക്കെ ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് നെഗറ്റീവ് ആയതുകൊണ്ടല്ല, പോസിറ്റീവ് ആയതുകൊണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. എന്റെ വയറ് സംബന്ധമായി എന്തോ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. കുറച്ച് ഈ മെഡിറ്റേഷൻ രണ്ടാമത് ഇപ്പൊ ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അതിന് കുറച്ച് മുന്നേ തൊട്ട് തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഏറെക്കുറെ ആ ടൈം തൊട്ട് തന്നെ വയറിന് ഭയങ്കര പ്രശ്നം വരുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഗ്യാസ് ട്രബിൾ പോലെ സംതിങ് അങ്ങനെ. അത് വൊമിറ്റിംഗ് സെൻസേഷൻ ആണ് വരിക. അത് ഈ നാഭി ഭാഗത്താണ് എനർജി കിടക്കുന്നത്. അത് ഉണർന്നു തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ആ ഒരു മനം മറിച്ചിൽ പോലെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതെല്ലാം കടന്ന് പോവുക. നിങ്ങൾ മെഡിറ്റേഷൻ അല്ലല്ലോ, ഇപ്പൊ പ്രാണായാമല്ലേ ചെയ്യുന്നത്. പ്രാണായാമ ചെയ്തോളൂ, അത് തുടർന്നോളൂ. എങ്ങനെയാണ് ചെയ്തതെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. കറക്റ്റ് ഡയറക്ഷനിൽ പോയിക്കോളൂ അത്. ഓക്കെ സാർ, ഓക്കെ, ശരി, ഓക്കെ സാർ, താങ്ക് യു സാർ. അമിതമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം തൂങ്ങൽ, ഉറക്കമില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, അമിതമായ കോപം, കൂർക്കം വലി തുടങ്ങിയ അനേകം അസുഖങ്ങൾ സ്വയം പരിഹരിക്കാം ദിവസവും അരമണിക്കൂർ പ്രാണായാമ അഭ്യസനത്തിലൂടെ. ഏകദിന പ്രാണായാമ പരിശീലനം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. താല്പര്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക.